ഉമ്മാനോട് മാപ്പ് ചോദിക്കാൻ തെറ്റുകുറ്റങ്ങളില്ലാതെ ആൾക്കാർ. എന്റെ ഉമ്മാനോട് മാപ്പ് ചോദിക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല. എന്റെ ഉമ്മ ചെയ്തതാണ് തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് എന്റെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം. എന്റെ ഉമ്മ അല്ലേ എന്നോട്, എന്റെ കുട്ടികളോടും എന്റെ എത്തി മക്കളോടും ചെയ്തതിന് എന്റെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ ഒരിക്കലും എന്റെ ഉമ്മാന്റെ അടുത്ത് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് 2 കൊല്ലം നല്ലപോലെ നോക്കിയ തള്ളാണ്. ഞാൻ അതിന്റെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ എന്റെ പടച്ചോനോട് അത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ തള്ളന്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം 5 എത്തി മക്കളെ ആട്ടി ഇറക്കിയ തള്ളയാണ്. 5 എത്തി മക്കളിനെയാണ് ആട്ടി ഇറക്കിയത്. എന്നിട്ട് കെട്ടിയോനും കുട്ടികളും തൂണും ആണും തൂണും ഉള്ള ആൾക്കാരനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ആ തള്ളന്റെ എത്രത്തോളം ആ തള്ള അധംപതിച്ചു പോയിട്ടുണ്ട്, മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, എന്റെ ഉമ്മാന്റെ മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ എൻ്റെ ഉപ്പാനെ ഞാൻ നോക്കും, എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എൻ്റെ ഉപ്പ എവിടെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ, നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അണ്ണന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അമ്മായിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് അത്താനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ത പാലക്കാട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അത്താനെ ഞാൻ കൊണ്ടുപോകും ചെയ്യും, അത്താനെ ഞാൻ നോക്കിയെടുക്കും ചെയ്യും. അത് ഞാൻ ചെയ്യും. പക്ഷെ എൻ്റെ തള്ളനെ ഞാൻ തിരിഞ്ഞങ്ങോട്ട് നോക്കില്ല. അതെന്റെ വാശിയാണ്. എന്റെ മക്കളോട് ചെയ്തതിന് അനുഭവിക്കും. അത് ഇന്നലെ നാളെ അനുഭവിക്കും. എൻ്റെ അത്താനോടും എന്നെയൊക്കെ എഴുതി തള്ളിയതാണ്. ഞാൻ മകളല്ലാന്ന് എഴുതി തള്ളിയ വാക്കുകളാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നല്ലേ നമ്മൾ ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട്. വിളിച്ചാൽ ഞാൻ പോവും. എന്നെ ബിഗ് ബോസിൽ എടുത്താൽ പണി കിട്ടും. അല്ല, എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല. ഇനി ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിൽ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചിലപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ടവായി കൊണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോവും. അപ്പൊ സപ്പോർട്ട് ആക്കണം. പോയി അഥവാ ഞാൻ പോയാൽ സപ്പോർട്ട് ചെയ്യണം. എത്ര എനിക്ക് പറയാനുള്ളൂ. എന്നോട് സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെ ആക്കും. എന്നോട് നെഗറ്റീവും കുനിറ്റും കുസൃതിയും പോയി നേരാവരുത് എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആക്കും. അതില് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് വിഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ആക്കണവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില് വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ആക്കണവരൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ, ഞാൻ രക്ഷപ്പെട്ട, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അറിയണവരാണ് ഇങ്ങനെ ആക്കണവര്. ഇങ്ങനെ ആക്കണവര് ഒരിക്കലും നീ രക്ഷപ്പെടരുതേ പറഞ്ഞിട്ട് പറയുന്നവരാണ് ഇങ്ങനെയുള്ളവര്. അവളുമാരോടൊക്കെ എന്നല്ലേ കാർക്കിച്ച് തുപ്പു ഞാൻ മുഖത്ത്. നിങ്ങളെയൊക്കെ അല്ലേ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാ തോന്നുന്നു എനിക്ക്. നിങ്ങളുടെയൊക്കെ കാണുന്നതേ എനിക്ക് വെറുപ്പാണ്, ജന്തുക്കൾ. ബിഗ് ബോസ് പോയാല് ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഇവളാണ് ലൈവിൽ ഇങ്ങനെ കളിക്കുന്നത്. ഭർത്താവിന് ഇഷ്ടം, ഭർത്താവിന് പോയില്ലേ, ഭർത്താവിന്റെ കാര്യം നോക്കിട്ട് പോയി. എനിക്ക് എന്റേതായ കാര്യത്തിൽ ജീവിക്കണ്ടേ. ഭർത്താവ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഇട്ടിട്ട് ഓടിയത്. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. എവിടുന്ന് വരണടാ മൂദേവികളെ, നാറികള്. വേറെ പണിയില്ലെങ്കിൽ പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ. കുറച്ച് വിഷം വാങ്ങുക, കുടിക്കുക, ചാവുക. അതാണ് നല്ലത്. ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കാണ്ട് പോയി ചാവുക. ഒക്കെ കൊറേ കടന്നിങ്ങനെ കൊണയ്ക്കുന്ന ചിലയ്ക്കുന്ന ജന്തുക്കളില്ലേ, കുറച്ച് വിഷം വാങ്ങുക, അടിക്കുക, കടക്കുക. അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ ലൈവും കണ്ടിട്ട്, മറ്റുള്ളവരുടെ പെണ്ണുങ്ങളുടെ ലൈവും കണ്ടിട്ട് ഇങ്ങനെ കൊണയ്ക്കുന്നത്? ഭർത്താവ് മരിച്ച ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കർത്താവ് ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയിട്ടില്ല, കർത്താവ് മരിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല. കാരണം സമ്മതിക്കണ കാര്യമാണ്. എന്റെ ഗുണം കൊണ്ടല്ല പോയത്. ജീവിക്കാൻ അത്ര ധൈര്യമുള്ളൂ, അതുകൊണ്ട് പോയി. ജീവിക്കാൻ ധൈര്യം വേണം. ആണായി ജനിച്ചിട്ട് കാര്യമില്ല, ജീവിക്കാൻ കുറച്ച് ധൈര്യം വേണം. കടം ഉണ്ടെങ്കിൽ വീട്ടാൻ ധൈര്യം വേണം. 5 മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ധൈര്യം വേണം. അതില്ലാണ്ടാവുമ്പോ പോവുന്നെ. പിന്നെ ഓരോ കാരണങ്ങൾ മറ്റുള്ളവരുടെ മേലെ ചുമത്തിയിട്ട് കാര്യമില്ല. കടം ഉണ്ടെങ്കിൽ വീട്ടാൻ അറിയണം. ഞാൻ അന്തസ്സായിട്ട് നല്ലപോലെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റും പോലെ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് തോന്നിവാസം ചെയ്യുന്നവര് പോവന്നെ. അതിന് നമ്മളെ ഉത്തരവാദിയല്ല. തോന്നിവാസം ചെയ്തിട്ട് പോവാ.
അവനോൻ ഉണ്ടാക്കി വിട്ട 5 ഉണ്ട് എന്ന് ആലോചിക്കണേ, എന്നെ ആലോചിക്കണ്ട. എന്നെ ഒഴിവാവുന്ന സാധനമാണ് അല്ലേ? ഞാൻ എന്നെ ഒഴിവാക്കിയ ഈ മമ്മൂട്ടി പറയും പോലെ നമ്മളെ ഒന്നും രക്തബന്ധമോ വേറുള്ള ബന്ധമോ അല്ല, നമ്മളൊക്കെ വന്ന ബന്ധങ്ങളെ വേറെ. അപ്പൊ നമ്മൾ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക, എന്നിട്ട് അവനവൻ ഉണ്ടാക്കിയ 5 പോറ്റുക, നല്ലപോലെ പോറ്റുക. പറ്റില്ലെങ്കിൽ വേറൊന്നിനെ കെട്ടുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചാവാൻ നിൽക്കല്ലേ ചെയ്യേണ്ടത്. ചത്തും പോയും കൊണ്ട് മറ്റുള്ളവരുടെ നെഞ്ഞത്ത് കയറാൻ എന്തിനാ നിൽക്കണത്? അയാൾ ചെയ്തത് ഇത്ര വലിയ ശരിയൊന്നുമല്ലല്ലോ. ഞാൻ എന്നിട്ട് അയാളെ എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അത് എന്റെ മഹിമയാണ്. അത് മഹിമയാണ്. ഞാൻ ഒരിടത്തും കുറ്റം പറയാണ്ട് കൊണ്ടു നടക്കണേ, അത് എന്റെ മഹിമ. പിന്നെ എനിക്ക് തന്ന മുതലും അയാളുണ്ടാക്കിയ മുതലും എല്ലാ മുതലും കൊടുത്തിട്ട് ഞാൻ ഈ ലെവലിൽ ഞാൻ അയാളെ എങ്ങനെയൊക്കെ അവരുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ ഒന്നും ഒരു പെണ്ണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പട്ടിണി അടക്കം ഞാൻ കടന്നിട്ടുണ്ട്, ഗർഭിണി ആയിരിക്കുമ്പോൾ പട്ടിണി അടക്കം കടന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ടില്ല. എന്നിട്ട് അയാളുടെ കൂടെയാണ് കുപ്പ കൊട്ടിട്ടുള്ളൂ. അപ്പൊ ആ വർത്താനം എന്നോട് പറയണ്ട. അനുഭവിച്ചതും കൂടെ കിടന്നതും ഞാന്, നിങ്ങളാരും അല്ലല്ലോ. ഈ പറയുന്ന നിങ്ങൾ കാണുന്ന 2 കൊല്ലത്തെ സാഹചര്യമൊന്നല്ല. ഇതിന് മുന്നേ 10-14 കൊല്ലം എങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് കുണയ്ക്കണവർ ഇങ്ങോട്ട് കുണച്ചിട്ട് വരണ്ട. പിന്നെ കുണയ്ക്കണവരടുത്ത് എനിക്ക് പറയാനുള്ളത്, അയാൾക്ക് അങ്ങനെ ബുദ്ധി തോന്നി അയാൾ ചെയ്തു മരിച്ചുപോയി. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, നാളെ ചിലപ്പോ എൻ്റെ മരണം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നിനക്കും പറയാൻ പറ്റില്ല. നിന്റെ മരണം എങ്ങനെയാണെന്ന് നിനക്കും പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അതിലിങ്ങനെ കടന്ന് കൊണ അയാളെ കൊന്നില്ലേ, അയാൾ എന്താ, ഞാൻ തൂക്കിയിട്ട് വന്നതാണല്ലോ, അവിടെ പോയി തൂക്കിയിട്ട് വന്നതാണ്. അപ്പൊ അയാളുടെ ഗുണവധികാരമൊന്നും ഇവിടെ പറയണ്ട, എൻ്റെ അടുത്ത് പറയണ്ട. ഉള്ള കാലം നല്ല പോലെ തന്നെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഞങ്ങളെ അറിയണവർക്ക് അറിയാം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ തെമ്പും കൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് ഓരോ വാശിന്റെ പുറത്തും ഓരോ ദേഷ്യത്തിന്റെ പുറത്തും തോന്നിയ പോലെ കൂത്തു ചെയ്യണതിന് നമ്മൾ ഉത്തരവാദിയല്ല, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതെന്റെ മക്കളും ഉത്തരവാദിയല്ല, ഒരിക്കലും എൻ്റെ മക്കളും ഉത്തരവാദിയല്ല, ഞാനും ഉത്തരവാദിയല്ല. അതൊക്കെ തെമ്പും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. തെമ്പും കൊണ്ട് ചെയ്യാ പോവുക, അത്രേ ഉള്ളൂ. കബീർക്ക് പുലി തന്നെയാണ്. കബീർക്ക് എപ്പോഴും 14 കൊല്ലം പുലിയായിരുന്നു. 14 കൊല്ലം പുലിയാണ്. 5 മക്കളെ നോക്കിയിട്ടുണ്ട്, 5 പ്രസവം നോക്കിയിട്ടുണ്ട്, ഏത് കെട്ടിയന്മാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുലി തന്നെയായിരുന്നു. പക്ഷേ അല്ലേ, ആ മരണം തെരഞ്ഞെടുത്തത് പുലിയല്ല, അത് പുലിയല്ല, എലിയായി പോയി. പിന്നല്ലേ കൂടുതൽ എനിക്ക് എൻ്റെ കാനെ കുറിച്ച് പറയാനുമില്ല. 2 കൊല്ലമായി ആള് മരിച്ചുപോയി, ആള് ഖബറിലാണ്. ആളെ കുറിച്ച് കുറ്റം പറയാനോ ആളെ കുറിച്ച് വേറുള്ളത് പറയാനോ ഞാൻ ആളല്ല, ഞാൻ പറയണമില്ല. അവര് ചെയ്ത തെറ്റിന് അവർക്ക് പഠിച്ചോണ്ടിരുന്ന് അവരവിടെ പോയി ശിക്ഷ മേടിച്ചോളും. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പഠിച്ചോണ്ടിടത്ത് പോകുമ്പോൾ ഞാൻ ശിക്ഷ മേടിക്കും. ഈ കൊണയന്മാരുടെ അടുത്ത് എനിക്ക് വർത്താനം പറയാൻ എന്താ പറയാ, എനിക്ക് പറയാൻ വയ്യ. നാറികള് 2 കൊല്ലമായിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാറികള്. ഇന്നാ കബീർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കബീർ എങ്ങനെ ജീവിച്ചിരിക്കുന്നത്, മക്കൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കാൻ ഒരുത്തൻ വന്നിട്ടില്ല. ഒരുത്തൻ തിരിഞ്ഞങ്ങോട്ട് നോക്കിയിട്ടില്ല. എങ്ങനെയാണ് ആ കുട്ടികൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ 5 മക്കളെ കൊണ്ട് അവൻ വാടക വീട്ടിൽ എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഒരുത്തൻ ചോദിച്ചിട്ടില്ല. മരിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ അവൻ കൊന്നു, അവനെ കൊന്നു. നന്നായി കൊന്നെങ്ങ, ഞാൻ കൊന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് പോയി, എൻ്റെ മക്കൾക്ക് പോയി, അത്രേ ഉള്ളൂ. എന്ത് മാമൻ മരിച്ചത് ചത്തു, മാമ കൊണപ്പന്മാര്. മാമന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. മാമൻ കൊണാപ്പന്മാരുടെ കാര്യമൊന്നും എൻ്റെ തള്ളന്റെ തെമ്പ് എന്തായെന്ന് വെച്ചാ ആങ്ങളാര് 8-9 എണ്ണം ഉണ്ട്, 8-9 എണ്ണം ഉണ്ട് പറഞ്ഞിട്ടാണ്. ഒക്കെ ചത്തൊടുങ്ങിയിട്ട് 3 എണ്ണം മാത്രമേ ഉള്ളൂ, എല്ലാം ചത്തൊടുങ്ങി. സെലി വ്ളോഗ്സ് പറഞ്ഞിട്ട് ഒരു നായിന്റെ മോള് ഇവിടെ കടന്ന് കളിക്കുന്നുണ്ട്. എന്തരീ നാറി നിനക്ക് വേണ്ടത്? നാറിയെ നിനക്ക് എന്താടി വേണ്ടത്? ചെലക്കാണ്ട് ഇറങ്ങി പോടി കള്ള പന്നി. ഇപ്പൊ സമയം 11:30-12 മണിയായില്ലടി നാറി. പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങടി. കെട്ടിയോമാരും കുട്ടികളും ഇല്ലടി നിനക്ക്, പോയി കിടന്നുറങ്ങടി നാറി. മറ്റേ നാഗ ചേച്ചി പോയി പറയണ ഇറങ്ങടി എൻ്റെ ചാനലിൽ നിന്ന്, നീ ഇറങ്ങടി, പുറത്തിറങ്ങടി നാറി. എന്ത് സെഫീന ബീവി മറ്റേ നമ്മുടെ സിജോ ചേട്ടൻ്റെ അവിടെ പോയി മൂത്രയിച്ചവളല്ലേ, അടി കിട്ടിയിട്ട് മൂത്രയിച്ചവള്. എന്നിട്ട് അവനെ ഒടിച്ച വീഡിയോ ഉണ്ട് എത്ര, എന്നാ അവനെ ഒടിച്ച വീഡിയോ ഒന്ന് കാണിക്കട്ടെ. ഒരു ക്ലിപ്പ് അവളെ കൊണ്ട് ഇടാൻ പറയും, ഞാൻ നോക്കട്ടെ. ഒരു ക്ലിപ്പ് ആ സിജോ ചേട്ടനെ അങ്ങോട്ട് തിരിച്ചടിച്ച ഒരു ക്ലിപ്പ് അവള് ഇടാൻ പറയണെങ്കിൽ അവളെ പെണ്ണെന്ന് വിളിക്കും ഞാൻ.
തിരിച്ചടിച്ചിട്ട് അവളുടെ കൂടെ പോയ കിങ്കരന് അടി കിട്ടി, അവൾക്ക് അടിച്ച് അവള് മൂത്രമൊഴിക്കണ വീഡിയോ അതടക്കുണ്ട്. അല്ല കോമഡി. ഞാനില്ലേ ഇനി എനിക്ക് അവളുടെ വീഡിയോ കൊറേ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇടാത്ത എന്താ അറിയോ, വെറുതെ അത്രയ്ക്ക് ചീപ്പാവണ്ട പറഞ്ഞ ഞാൻ ഇടാത്തത്. അവള് അടി കിട്ടിയിട്ട് മൂത്രമൊഴിക്കണ വീഡിയോ, റോഡിൽ നിന്ന് മൂത്രമൊഴിക്കണ വീഡിയോ അടക്കുന്നുണ്ട്. അത്രയും ചെറ്റയാണ് അവൾ. ഓക്കെ, സിജോ ചേട്ടൻ്റെ അടി കിട്ടിയിട്ട് അവളുടെ കിന്നരന് അടി കിട്ടി, അവൾക്കും അടി കിട്ടി. അവൾ എന്നിട്ട് തിരിച്ചു തല്ലി. അത്ര അവള് തിരിച്ചു തല്ലിയ ഒരു വീഡിയോ അവൾ ഇടാൻ പറയും. നാറി, അതിനൊക്കെ വിട്ട കേസാണ്. നാറികള് പറഞ്ഞ ഇമ്മാരി നാറികളാണ്. ബാക്കിൽ ഷെഡി എന്റെ കുട്ടിന്റെ ഷെഡിയാണ്, എന്റെ മോന്റെ ട്രൗസറാണ് ആ കിടക്കണത്. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങള്. ഒരു വീടാവുമ്പോ ഒരു ഷെഡി, ബ്രേസർ, വേറെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ഈ ഷെഡി, ബ്രേസർ കാര്യങ്ങളൊന്നും ഇടാത്ത വ്യക്തികളാണ് എന്റെ ലൈവിൽ വരുന്ന ആൾക്കാർ. ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കില്ല, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തോന്നുന്നു ഈ സംഭവങ്ങളൊന്നും. അല്ല, അറിയാണ്ട് ചോദിക്കുക, ഇതൊന്നും നിങ്ങൾ ഇടലില്ല? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇടലുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് 5 ആൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ ഇതാണ് അവിടെ കിടക്കണത്, അത് ഇടലുണ്ട്. അല്ലാണ്ട് എന്റെ ഷെഡിയല്ല കിടക്കണത്. അത് വേറെ ആൾക്കാർ കണ്ടുപിടിക്കണേ. എന്തൊക്കെയാണ് കണ്ടുപിടിക്കണത് റബ്ബേ. ഇതൊന്നും നിങ്ങളുടെ നാട്ടിൽ ഇടലില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇടലുണ്ട്.